ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വെളുപ്പിന് 6 മണിക്ക് എഴുന്നേറ്റ് അമ്മേനെ കൊണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവിടാണ്ടായിരുന്നു. അവിടേക്ക് കൊണ്ടുപോയിട്ടിട്ട് ഞാൻ വന്നതാണ്, പള്ളിയിൽ എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം പിന്നെ 8 മണിയായപ്പോൾ ആശാൻ എഴുന്നേറ്റ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയത് ഇപ്പോൾ എഴുന്നേറ്റേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ തേങ്ങ ഇടാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അവർ വന്ന് ബെല്ലടിച്ചിട്ട് എനിക്ക് ഉറക്കം മതിയാവുന്നില്ല. അവർ വന്ന് ബെല്ലടിച്ചിട്ടാണ് എഴുന്നേക്കുന്നത്. ലൂസി അടങ്ങിയിരിക്കേ, അവന് മാല പൊട്ടിക്കലാണ് അവൻ്റെ പണി. അടാ ലൂസി. സോ ഗൈസ്, അപ്പം ദിസ് കുഡ് ബി മൈ ലാസ്റ്റ് വ്ളോഗ് ഇൻ ദിസ് ഫോൺ. പറ്റിച്ചേ, ഇൻ ദിസ് ഫോണാട്ടോ, കാരണം എനിക്ക് പുതിയ ഫോൺ കിട്ടി. ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. 17 Pro Max. അപ്പോൾ ഈ ഫോൺ എന്തായാലും നമ്മൾ ഇവൻ ഭയങ്കര കടിക്കുന്ന ഗൈസ്. ഇവന് വിൽക്കാൻ പോകാനാണ്. ഇതേ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ലൂസിനെ കൊടുക്കുമെന്ന്. ഞാൻ കൊടുക്കട്ടെടാ, നിന്നെ കൊടുക്കട്ടെടാ. എടാ വിടറാ. ഇതാണ് ഇങ്ങനെ പിടിച്ചാൽ വിടത്തില്ല, അള്ളു പിടിച്ചിരിക്കും. വിടറാ. ഒരു മിനിറ്റ് കേസ് തന്നെ വിട്ടെടുപ്പിക്കുക. ഭയങ്കര സാധനമായിട്ട് വരും ഇവൻ, കടിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എൻ്റെ വ്ളോഗിലെ ലാസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ ഈ പഴയ ഫോണിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയണമെങ്കിൽ ബേസിക്കലി അമ്മ ഇവിടെ ഇല്ല. അപ്പം ഇന്നത്തെ ഡ്യൂട്ടീസ് ഫുള്ള് എനിക്കാണ്. ചെറുക്കൻ ഭയങ്കര വള്ളിയാട്ടോ. ഇന്നത്തെ ഡ്യൂട്ടീസ് മൊത്തം എനിക്കാണ്. മീൻവൈൽ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട്. വീഡിയോയിൽ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. സോ എല്ലിണ്ടാ കടിക്കുന്നവൻ. വിട്രാ. അതിനിടയ്ക്ക് എന്നെ കമ്മലും കുടുങ്ങി. ഏതെങ്കിലും ഒരാൾ വിട്ടായിരുന്നെങ്കിൽ. ഇതെങ്ങനെ വിടുമ്പോഴേക്കും പിടിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ബേസിക്കലി ക്ലീനിങ് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിരിക്കും. കാരണം കിച്ചൺ ക്ലീൻ ചെയ്യാനുണ്ട്. ഇന്നലെ വീഡിയോ ഇടാത്തതിന് കുറേ പേര് കംപ്ലയിൻറ്റ്സ് പറഞ്ഞു എന്താ വീഡിയോ ഇടാഞ്ഞെന്ന്. ബിക്കോസ് എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ് ആയിരുന്നു. സോ അവിടെ പോയേക്കുമായിരുന്നു. സോ കുറേ സോയായില്ലേ ഇപ്പോൾ. നമുക്കിനി എഴുതിച്ചിട്ട് അതെന്താ അറിയോ, കറക്റ്റ് ഉറക്കമില്ല കിട്ടാത്തതുകൊണ്ട് പ്രാന്തെടുത്തിരിക്കുക. നല്ല അടിയാൻ തരും, ഞാൻ പറഞ്ഞേക്കാം. പ്രാന്തെടുത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു ടൈം ടേബിൾ തെറ്റിയാലും നല്ല ഇങ്ങനെ വന്നിട്ട് നുള്ളുന്ന പോലെ കടിക്കുന്നത്. നല്ല വേദന എടുക്കണ്ട. ഇന്ന് ഇപ്പോൾ പൊട്ടി കൈ. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഫുഡ് എടുക്കട്ടെ, എൻ്റെ ദേഷ്യമാണ് ഈ കാണിക്കുന്നത്. സോ ഗൈസ്, രാവിലെ തന്നെ റൂമെല്ലാം അടിച്ചാലാന്ന് വിചാരിക്കുന്നത്. കാരണം ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ്. കാരണം റൂം ഫുൾ അലമ്പാന്ന്. എപ്പോഴും മുടി നമുക്ക് കൊഴിയുന്നുണ്ട്, വീഴുന്നുണ്ട് നല്ലോണം. അപ്പോൾ ഞാൻ വിചാരിച്ചു റൂമൊക്കെ ഒന്ന് അടിച്ചു. പക്ഷേ എൻ്റെ ക്യാമറ പോകുന്ന സ്റ്റാൻഡ് എടുക്കാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ വെക്കുന്നില്ലാത്തത്. ഒരു കഴിഞ്ഞ വീഡിയോ ഞാൻ അറിയാണ്ട് ടൈം ലാപ്സ് ഇട്ടേന്ന് എനിക്ക് കുറേ പേര് പറഞ്ഞ് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. ആരും പോകണ്ട, എനിക്ക് ടൈം ലാപ്സ് ഇടുന്നില്ല. ഒരാളെ കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതുള്ളൂ. സോ ഇനി ആയിടില്ല കേട്ടോ. എനിക്ക് വന്നിട്ട് അതൊരു 30 minutes എബവ് വരേണ്ട വീഡിയോ ആണ്. 19 minutes ആയി പോയത് ടൈം ലാപ്സ് ഇട്ടുകൊണ്ട്. സോ നമുക്ക് ഇതിവിടെ അടിച്ച് വാരി കിച്ചണൊക്കെ വൃത്തിയാക്കാം. ആദ്യം നമുക്ക് ഈ ബാസ്ക്കറ്റൊക്കെ വൃത്തിയാക്കട്ടെ. ലൂസീൻ്റെ ഷോളാണ് ഇതൊക്കെ. ലൂസീനെ പുതയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്ന. നമ്മുടെ ഈ ടേബിളിലെ ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഇത് കാണുന്നുണ്ടോ? ഇതുപോലെ ഉച്ച കുത്തുന്നുണ്ട്. നമ്മുടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുറേ പഴക്കമുള്ള സാധനങ്ങളാണ് ഇട്ടിരിക്കുന്നത്. ഈ ടേബിളൊക്കെ എനിക്ക് വന്നിട്ട് അമ്മ കുറേ നാൾ ഡൽഹിയിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പം അതിൻ്റെതായ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇങ്ങനെ വരാൻ കാരണം ലൂസിനെ ഈ മുകളിലാണ് വെക്കുന്നത് രാത്രിയാകുമ്പോൾ. അപ്പോൾ ഇവരെന്തെന്നറിയോ, അത് ഇളക്കി ഈ സാധനം മൊത്തം താഴെക്കിടലാണ് ഇവൻ്റെ പുതിയ ഹോബി. എനിക്ക് ഈ സാധനം ഭയങ്കര അലർജിയാണ്. ഇത് കാരണം ഞാൻ തുമ്മുന്നത്. അതിനാണ് ഈ റൂമിൽ കട്ടിൽ പോയത് വാങ്ങിച്ചതും ബെഡ് പോയത് വാങ്ങിച്ചതും. സോ കഥ പറഞ്ഞുകൊണ്ടിരുന്ന് അടിച്ചു വരുന്ന നടക്കൂല.
എന്തോരം മുടിയായിരുന്നു, ഇനി തലയിൽ ഇടാൻ മുടിയില്ല. ഇതൊക്കെ എടുത്ത് ഒത്തിരി തലയെ വെക്കണം. കൂടാതെ തന്നെ ലൂസിയുടെ ഇതുണ്ട്, ഫെദേഴ്സും ഉണ്ട് ഇവിടെ. ഇത്രയും മുടിയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കിച്ചൺ എത്തിയിട്ടുണ്ട്. ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ് തീർന്ന ഉപ്പുമാവ്, കടലക്കറി ആൻഡ് ചെറിയ പഴം ഉണ്ട്. എനിക്കിന്നത് ഡ്യൂട്ടി എന്ന് പറയണമെങ്കിൽ ഇതൊക്കെ ഫുള്ള് വൃത്തിയാക്കുക ആൻഡ് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകുക. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി. അമ്മ ഇല്ലാത്തത് കൊണ്ട് വന്ന ഡ്യൂട്ടിയാണ്. എനിക്ക് ആക്ച്വലി കിച്ചണിലെ പണിയെടുക്കാൻ ഒട്ടും ഇഷ്ടമല്ല. And Lucy is gonna have my breakfast and Lucy is also having his breakfast. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ ആക്ച്വലി അതെല്ലാം മറിച്ചിട്ടിപ്പോൾ വെള്ളം കൂടി മറിച്ച് കൂട്ടിലേക്ക് ഇടണം. ഇനി കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അവന് വെള്ളം കാണാൻ പാടില്ല ഇപ്പോൾ കൂട്ടിൽ. പുതിയ പ്രാന്തം ഞാൻ അവൻ്റെ വെള്ളം എടുത്ത് ഇവിടെ വെച്ചേക്കാണ്. അവൻ്റെ ആവശ്യമുള്ളപ്പോൾ ചെന്ന് കൊടുക്കുക. അപ്പോൾ ഇവനെ ഒറ്റയ്ക്കിട്ട് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായി. എന്തിനാടാ കിടന്ന് ആടുന്നേ? ആ നിന്നെ തന്നെ ഞാൻ പറയുന്നേ. എന്താ? സോ ലെറ്റ്സ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഈ സൈഡിലെ പരിപാടികൾ തുടങ്ങാം. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നത്. അന്ന് ഞാൻ കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് പോലും അതൊന്നും എടുത്ത് വെക്കാൻ പറ്റിയില്ല. ഇതൊരു വലിയ ടാസ്ക് എടുത്ത പണിയാണ്. ഇതിനകത്തെന്താ palm oil. ഈ കുക്കറും ഈ മിക്സിയും ഞാനെടുത്ത് മുകളിൽ വെക്കാൻ പോവാണ്. കാരണം അത് ഇവിടെ വാങ്ങിച്ചിട്ട് ഒരു ഉപയോഗവും ഞാൻ കാണുന്നില്ല. നമ്മോട് പറയുമ്പോൾ ഞാൻ അതൊരു ഗീവ് അവേ കൊടുക്കണം. ആദ്യം ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് സോർട്ട് ചെയ്തിട്ട് എല്ലാം എടുത്ത് പുറത്തേക്കണം. ഇതിൽ ഫുള്ള് അലമ്പാവും. അയ്യോ, പായസം മിക്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാനാണെങ്കിൽ പൊട്ടിച്ച സാധനങ്ങളൊക്കെ മുകളിൽ പൊട്ടിക്കാത്തത് താഴെയാ വെക്കാറ്. അമ്മ അതെടുത്ത് നേരെ തിരിച്ചാക്കും. ഞങ്ങളുടെ വീട്ടില് പാം ഓയിലാട്ടോ യൂസ് ചെയ്യാറ്. കാരണം
ഇത്രയും പേർക്ക് വെളിച്ചെണ്ണയുടെ റേറ്റ് കാരണം മുതലാവില്ല. അത് മാത്രമല്ല എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടമല്ല. പാം ഓയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ് വേറെയാണ്. പക്ഷെ അത് എന്താ പറയുക, എല്ലാ ഫുഡിനും പറ്റത്തില്ല. പാം ഓയിൽ എല്ലാം, സൺഫ്ലവർ ഓയിൽ എനിക്ക് ഇഷ്ടമല്ല. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന മസാലകൾ. അമ്മ പറയുന്ന ഈ സോപ്പ് തിന്ന് തീർക്കുന്നത് ഞാനാണ് എന്നാണ് പറയുന്നത്. കാരണം എനിക്ക് നല്ലോണം സോപ്പ് കൺസംഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, എനിക്ക് തുണി അലക്കുമ്പം നല്ല പതഞ്ഞ് വരണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഈ കുറേ നേരം അങ്ങനെ കുത്തി നിന്നിട്ട് കാലും ഇങ്ങനെ വേനെടുക്കും. കിളവിയായി ഞാൻ. ലെറ്റ്സ് കീപ് സോപ്പ് ഔട്ട്സൈഡ്. തുണി അലക്കുന്ന അവിടെയാണ് വെക്കാറ് സാധാരണ സോപ്പൊക്കെ. ഓ, ഇനി അതൊക്കെ വൃത്തിയാക്കണം. ഇതെല്ലാം എൻ്റെ തലയിലായിട്ട് അമ്മ സ്കൂട്ടായല്ല. കാരണം നാളെ ചിലപ്പോൾ വീഡിയോ എടുക്കൽ നടക്കില്ല. കാരണം നാളെ ഹൗസ് വാമിങ് ഡേ 2 ആണ്. അപ്പോൾ അവിടെ പോകണം. ലെറ്റ്സ് സീ. എല്ലാ പ്രാവശ്യം ഞാനത് അടുക്കി പറക്കി വെക്കും. അമ്മ തന്നെ വൃത്തിയാക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല, തിരക്ക് പിടിച്ച് സാധനങ്ങൾ എടുക്കുമ്പോൾ വെയിലത്തിട്ട് ഉണക്കണം എന്നൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ എനിക്കില്ല. ഒന്ന് പുറത്ത് കൊണ്ടേ കൊട്ടിയിട്ട് വരട്ടെ. അല്ല വേണ്ടി ഇവിടെ തന്നെ കൊട്ടാം. ഇത്രയും സവാള കണ്ട് ആരും ഞെട്ടണ്ട. 2-3 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മ കിച്ചൺ ഫുള്ള് ക്ലീൻ ആക്കിയതാ. ബട്ട് അഗെയിൻ ദിസ് ഹാപ്പനിങ്. ഇതൊരു ലൂപ്പാണ്. കുറേ പേര് ചോദിക്കും, നിങ്ങൾക്ക് ഇതിന് മാത്രം വീട് ക്ലീൻ ആക്കാമല്ലോ, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുക. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഈ കൂടുതൽ വർത്താനം പറഞ്ഞാൽ എൻ്റെ ക്ലീനിങ് നടക്കില്ല. അപ്പം ഞാൻ വേഗം ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. പിന്നെ ഇങ്ങനെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് പഴമൊക്കെ മാറ്റി വെക്കണം. ഇത് ലൂസിക്ക് കൊടുക്കാനൊക്കെ ഉള്ള പഴങ്ങളാണ്. നിങ്ങളുടെ അവിടേക്ക് ഇഞ്ചിക്ക് എന്താ വില? ഇത് എൻ്റെ ആംഗിൾ നോക്കി നിങ്ങൾ തലകുത്തുന്ന വീട്. നമുക്ക് പണിയെടുത്ത് നമുക്ക് അങ്ങനെ ആയിപ്പോയിട്ടാണ് ഗൈസ്. ഈ പഴംപൊരി ഉണ്ടാക്കിയാലേ ഇവിടുന്ന് പോത്തുള്ളൂ. വേറൊരു ഡെസേർട്ട് എനിക്കറിയാം.
മറ്റേ പഴം പൊരിച്ചിട്ട് കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ച് അവരുടെ ജലീകരം. ഇത്രയും വേസ്റ്റാണ് ഇവിടെ. ചൂലെടുത്ത് ഇവിടെ വൃത്തിയാക്കട്ടെ. ശ്രീദേവി അവിടെ നമ്മൾ പിടിക്കണം. ആ കുക്കർ ഒന്ന് എടുത്ത് തരും. രാവിലത്തെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റും കറികളും ഒക്കെ എടുത്ത് വെക്കാനുണ്ട്. ഇല്ല, അമ്മ വരുമ്പോൾ എന്തൊക്കെ പണി ചെയ്തില്ലെങ്കിൽ നല്ലത് കിട്ടും. ചീത്തയാവാൻ തുടങ്ങി. 11:40 രാവിലെ ഉണ്ടാക്കിയതല്ലേ പാവം പോണേ. She doesn't like wasting food. ഒരു തരി പോലും ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമല്ല. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ പഴയ ഫുഡാണ് വേറെ ആർക്കും കൊടുക്കില്ല. പ്രത്യേകിച്ച് തന്നെ അതില്ല. ഒരു ലോഡ് പാത്രം ആരോ ഡിഷ് വാഷിംഗ് വീഡിയോ ചോദിച്ചില്ലായിരുന്നു. എന്നത് എന്തായാലും ഫാഷൻ ഡ്രസ്സോ, പക്ഷെ ഫാഷൻ കഴിയും. ദാറ്റ് ഈസ് മൈ സിസ്റ്റർ. ഓക്കെ, കിച്ചണിൽ കുറച്ച് ലൈറ്റ് കുറവാണ്. സോ യു ഗൈസ് ഹാവ് ടു എക്സ്ക്യൂസ് മീ. ക്യാമറ വെച്ചിരിക്കുന്ന ആംഗിൾ കറക്റ്റാണോന്നും അറിയില്ല. നമ്മൾ ഈ ഒരു ലിക്വിഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത വിമ്മൊക്കെ ഇടുമ്പോൾ എൻ്റെ മമ്മാജിയുടെ കൈ പൊട്ടാറുണ്ട്. സോ ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കുക്കർ കഴുകുന്നത്. ഞാൻ ഈ വലിയ വലിയ കുക്കറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴുകിയിട്ട് നേരെ ഇതിൻ്റെ താഴേക്കാണ് വെക്കാറ്, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അമ്മയാണെങ്കിൽ എടുത്ത് പുറത്തേക്ക് വെക്കും.
നമ്മളെപ്പോഴും സ്മാർട്ട് വർക്കാണല്ലോ. ഒത്തിരി പാത്രമൊന്നും ഇല്ല, പുള്ളിക്കാരി കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ടാണ് പോയത്. ഇന്നലെ രാത്രി ഞാൻ ആക്ച്വലി കുറെ ഹെൽപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു. തേങ്ങ തിരുമ്മി, സവാള, ബീട്രൂട്ട് തോരനായിരുന്നു, അതിനുള്ള ബീട്രൂട്ട് കട്ട് ചെയ്തു. ഞാൻ എന്താ പുറത്ത് തുണി അലക്കാൻ വന്നിരിക്കുന്നു. എന്നും ഒരു കുന്ന് കൈക്കിൽ തുണി ഉണ്ടാവും. ഞങ്ങളുടെ ഇവിടെ കൈക്കിൽ തുണി എന്നാണ് പറയുന്നത് കിച്ചൺ ടവലിന്. ഞാനാണെങ്കിൽ ഒരു സോപ്പ് ഫുൾ ഇങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അമ്മ കണ്ട എന്നെ കൊല്ലും. ഷീ വാസ് ലൈക്ക് ഇത് പകുതിയാക്കിയിട്ട് എനിക്ക് തരത്തുള്ളൂ, അതായത് ഹാഫ് പോർഷൻ. പുള്ളിക്കാരി പറയുന്ന അങ്ങനെ ആക്കുമ്പം പതുക്കെ തീരുള്ളൂ എന്നാണ്. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ചിലപ്പം ഞാൻ പണിയെടുത്ത് മേടിക്കാത്തതുകൊണ്ടേയിരിക്കും. അമ്മ പറയണേ അവനവൻ അധ്വാനിക്കുമ്പോഴാണ് പൈസയുടെ വില വരുന്നത്. ശരിയാ. ഇന്ന് ആക്ച്വലി അന്നത്തെ അത്രയും ഇല്ല, പക്ഷെ ഫ്രണ്ടിൽ ഒരു മാറ്റ് ക്ലീൻ ചെയ്യാനുണ്ട്, അതും ക്ലീൻ ചെയ്യണം. കിച്ചൺ ടവൽ അലക്കി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മേത്ത് ചെളിയാവും. ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഒരു മികക്കായി ഒന്ന് തുടക്കട്ടെ. എന്തിലേ ഇപ്പോൾ തുടക്കാം. ഞാൻ ആക്ച്വലി നമ്മുടെ ഇവിടെ കല്ലും ഇത് പണ്ട് ഇത് റീസെൻ്റ്ലി പണിഞ്ഞതാണ്, റീസെൻ്റ്ലി 1-2 ഇയർ ബാക്ക്. പക്ഷേ ഈ ഒരു കല്ലിൻ്റെ പോർഷൻ കുറഞ്ഞു പോയി. ഞാൻ പറയണത് അതുകൊണ്ടാണ് തുണി വെളുക്കാത്തത്. പക്ഷെ നമ്മൾ ബാക്കി തുണികളൊക്കെ വാഷിംഗ് മെഷീനിലാണ് ഇടുന്നത്. ഇത് മാത്രമേ ഇങ്ങനെ കഴുകുന്നത്. എല്ലാവരും എന്നോട് കുറേ ക്ലീനിങ് വീഡിയോസൊക്കെ ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ക്ലീനിങ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ക്ലീനിങ് വീഡിയോസ് ഒന്നും കാണാറില്ല. അപ്പം എൻ്റെ പണിയും നടക്കും, നിങ്ങൾ ഹാപ്പി ആവും. യു ഗൈസ് കൊണ്ട് ഞാനത് ഇടാം. കാരണം ഞാൻ ഒരു 100-700 രൂപ കൊടുത്തിട്ടാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ആ കേക്കിന് നമുക്ക് ആക്ച്വലി ആ പൈസക്ക് നമുക്ക് കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം. അപ്പം ഞാൻ അതൊക്കെ ഇത് ആടുമ്പോൾ ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ്. ഇതെൻ്റെ വീട്ടിലുള്ള പണിയാണ്. ഞാൻ എവിടുന്നും പുറത്തുനിന്ന് കൊട്ടേഷൻ എടുക്കണ്ട ഈ പണിയൊക്കെ ചെയ്യാൻ. ഇതൊക്കെ ഞാൻ എങ്ങനെ വെളുപ്പിക്കാനാ? ഞാനിങ്ങനെ ഭയങ്കര ഫോഴ്സിലാണ് ഇത് കഴുകുന്നത്. അപ്പം എൻ്റെ 2 ഷോൾഡറും വേനെടുക്കും. ഇടയ്ക്ക് എവിടെയോ ഒരു ക്ലിപ്പിങ്ങിലൊക്കെ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ടാവും. ആരും ചോദിക്കരുത് ചേച്ചിയാണോ അനിയത്തിയാണോ. ഞാനാണ് അനിയത്തി, അവളാണ് ചേച്ചി. 2 മക്കളാണ്. അവളൊന്നും ഫുഡ് കഴിക്കത്തില്ല, അതുകൊണ്ടാണ് അവളെ മെലിഞ്ഞിരിക്കുന്നത്. ഞാൻ നല്ലോണം ഫുഡ് കഴിക്കും. എൻഡ് ഓഫ് ദ സ്റ്റോറി. എനിക്കറിയാം കുറേ പേര് അയ്യോ ചേച്ചീനെ കണ്ട അനിയത്തിനെ പോലെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു വരും. പണ്ടിങ്ങനൊന്നുമില്ലായിരുന്നു. പണ്ട് അവളായിരുന്നു വലുത്, ഞാൻ ചെറുതായിരുന്നു. ഇടയ്ക്ക് എവിടെയോ വെച്ച് ഞാൻ വലുതായിപ്പോയി. കണ്ട എൻ്റെ ഇത്രയും അലക്കലിനെ സോപ്പ് ഇത്രയും. ഞാനിത് ഫുള്ള് കഴുകി വൃത്തിയാക്കട്ടെ. എൻ്റെ ഫോണിൽ ആക്ച്വലി സ്റ്റോറേജ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ന്യൂ ഫോൺ എടുത്തത് തന്നെ. അപ്പോൾ ഓരോ വീഡിയോയും എടുത്ത് ഡിലീറ്റാക്കി ഭയങ്കര പാട്. ഇടയ്ക്ക് വെച്ച് പാത്രം കഴുകുന്ന ക്ലിപ്പിങ് സ്റ്റോറേജ് ഇല്ലാണ്ട് കട്ടായിപ്പോയതാണ്. സോ നമുക്കിനി അടുത്ത പണി ചെയ്യുമ്പോൾ കാണാം. അവളിവിടെ തേങ്ങ ഇടാൻ ആൾക്കാർ വന്നേ. ഫുള്ള് ഇതാ പുള്ളിക്കാരൻ വന്ന് എല്ലാം ചെയ്തിട്ട് പോയിക്കോളും. ഞാനാണ് ആക്ച്വലി അമ്മേനെ ആക്കിയിട്ടുണ്ട്, ഉറങ്ങുമായിരുന്നു. എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്?
പണിയെടുത്ത് ഫുള്ള് ക്ഷീണിച്ചല്ലേ. തേങ്ങ ഇട്ടിട്ട് ഇതാ ഇവിടെ ഫുള്ള് ഇതൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ആൾ 2 കരിക്ക് അനക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ കട്ടാക്കി വെച്ചിന്. എനിക്ക് ആക്ച്വലി കരിക്ക് ഇഷ്ടമല്ല, നിങ്ങൾക്കറിയോ? കരിക്ക് ഇഷ്ടമല്ലാത്ത ഏതൊരു കാറുമുണ്ട്. കരിക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. പക്ഷെ ഞാൻ വല്ലപ്പോഴും വൺസിനെ വയൽ ഇഷ്ടമാണ്. കുറേ പേര് കരിക്കെന്ന് പറഞ്ഞാൽ മരിക്കും അതിനകത്തെ സാധനം എന്നൊക്കെ. എനിക്ക് മറ്റേ സാധനം ഗുളുഗുളുന്നിരിക്കുകയാണെങ്കിൽ ഇഷ്ടം, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. നമുക്കിതൊന്ന് അടിച്ചു വാരണം. പിന്നെ തേങ്ങ കുറേ ഉണ്ട്. ഇവിടുത്തെ തെങ്ങ് കയറിയതിൻ്റെ തേങ്ങ അത് പൊതിക്കാനുണ്ട്. പറ്റുമെങ്കിൽ കുറച്ചെങ്കിലും പൊതിച്ച് വെക്കണം. പക്ഷെ എനിക്കെല്ലാം പറ്റില്ല. നോക്കട്ടെ. വേസ്റ്റ് എടുക്കാൻ വരും, അതാണ് അവിടെ അങ്ങനെ വെച്ചേക്കുന്നത്. നമുക്കിനി പോയിട്ട് തേങ്ങയൊക്കെ പൊതിക്കാം. കുറേ തേങ്ങയുണ്ട്. ഞാൻ ആവശ്യത്തിനുള്ളത് കുറച്ച് അടുത്ത പൊടിക്കുന്നതാണ്. എൻ്റെ വേസ്റ്റ് ഈ ബക്കറ്റിലേക്ക്. പണ്ടത്തെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ജോലി വരുന്നത് വെള്ളം ഉണ്ട് നല്ലോണം. എൻ്റെ കാലിൽ എന്തോ കടിച്ചു. ഉറുമ്പായിരിക്കും, തുണി അലക്കിയപ്പോ. എൻ്റെ സ്കിൽസൊക്കെ പോയെന്ന് തോന്നുന്നു. കുറേ ആയി ചെയ്തിട്ട്. തേങ്ങ പൊതിക്കുന്നത് സംസാരിക്കാനും പറ്റുന്നില്ല, എക്സ്പ്രഷനൊക്കെ ആവും. ഈ വായും കൊണ്ടൊക്കെ കടിച്ചു പൊട്ടിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പൊതിക്കാൻ കുറച്ച് പാടാണ്, മറ്റത് നല്ല മൂത്ത് കിടക്കുന്നതായിരിക്കും. ഓക്കെ ബൈ, ഞാൻ നിർത്തുക. അതിനെ കൊണ്ട് പറ്റുന്നില്ല. എൻ്റെ സ്കിൽസ് ഒക്കെ പോയി ഗൈസ്.
മൊത്തം ഇങ്ങനെ നനഞ്ഞിരിക്കുക. ഇതിൽ പൊങ്ങുണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, നിങ്ങളാരും ഇന്ന് ലൂസപ്പനെ കണ്ടില്ലല്ലോ. ഞാനൊന്നും പുറത്തേക്ക് വെയിലായിട്ട് ഇറക്കിയില്ല, വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. എത്ര ലെങ്ത് ആയെന്നൊന്നും എനിക്കറിയില്ല, കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചുപോയി. അപ്പോൾ എനിക്കിനി അങ്ങോട്ടൊക്കെ പോകണം. കുളിച്ച് റെഡിയായി, അടിച്ചുവാരി തുടയ്ക്കണം. എന്താടാ ഇതിനെങ്ങനെ പേടിക്കുന്ന? എന്നെയും കൂടി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പേടിച്ചു പോയി. നിനക്ക് എന്താ പ്രശ്നം? എന്താ? സോ പറന്നു തുടങ്ങിയായിരുന്നെങ്കിൽ ഇപ്പോൾ പറന്നു പോയേനെ. അഹങ്കാരി അഹങ്കാരി അഹങ്കാരി. ഫെനിഷിന് ഉമ്മ കൊടുക്ക്. ഫെനിഷിന് ഉമ്മ കൊടുക്കുന്നില്ലേ? ഫെനിഷിന് ഉമ്മ കൊടുക്ക്. ഉണ്ടയാവാനല്ല പറഞ്ഞ, ഉമ്മ കൊടുക്കാനാ പറഞ്ഞ. വലിയ ജാടയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഫ് യു ഗൈസ് റിയലി ലൈക്ക് മൈ വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ. അത്രക്കും മടുത്തുപോയി പണിയെടുത്തിട്ട്. ലാസ്റ്റത്തെ തേങ്ങ ഒന്നും എനിക്ക് ഒതുക്കാൻ പറ്റില്ല. അതൊക്കെ ഇനി ഇവിടെ ആൾ വരും തേങ്ങ ഒതുക്കാനൊക്കെ. വന്നേ പറ്റുള്ളൂ, കാരണം എനിക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. നിങ്ങൾക്ക് ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക ഗൈസ്. കുറച്ചധികം കഷ്ടപ്പാടാണ് ഞാൻ ഈ എല്ലാ ആംഗിളിലും ക്യാമറ ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഇഷ്ടം, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇടാൻ ഇൻട്രസ്റ്റഡ് ആവുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.